ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ രേണുസുതി അവിഹിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇട്ട് തന്നിരുന്നു അല്ലെ, ഓൺലൈൻ മീഡിയാസിലൊക്കെ ഇട്ട് തന്നിരുന്നു. അതൊക്കെ എല്ലാവരും ഇട്ട് അലക്കിയിരുന്നു, ഞാനും അലക്കിയിരുന്നു. അപ്പോൾ അതിന് മറുപടിയുമായി മറ്റേ അപ്പുറത്തെ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഫിറോസ് ക, അദ്ദേഹവും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അവിഹിതം തന്നെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു മക്കളെ. നമുക്കത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതുപോലെ ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. രേണുസുതി ഒരു ആയുധമാണ് ഇട്ട് കൊടുത്തത്. ഇക്ക മറക്കാതിരുന്നാൽ ഇക്കാക്ക് കൊള്ളാം, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇക്ക വന്ന് സോപ്പിട്ട് പറയുന്നത് പതപ്പിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിനു മുന്നേ രേണുസുതി നമ്മുടെ മീഡിയാസിനെയും ഞാനടക്കം അടങ്ങുന്ന കുറെ ഓൺലൈൻ വീഡിയോ ഇടുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ ഈ കമന്റ്സ് ഇടുന്ന നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരെയും തെറി വിളിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊന്ന് പറയണം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ രേണുസുതി ഈ മീഡിയാസിനെയൊക്കെ കുറ്റം പറയുന്നത് ആദ്യം കേട്ടുകൊണ്ട് നമുക്ക് ഫിറോസ് ഖാന്റെയും രേണുസുതിയുടെയും അവിഹിതത്തെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. വേറെ വേർഡാ വരുന്ന എൻ്റെ വായിൽ. അതുപോലെ നമ്മൾ സഹിച്ചു. ഈ പറയുന്ന ഏതെങ്കിലും പന്ന മനുഷ്യര് കുറ്റം പറയാൻ മാത്രം റീൽസ്, കുറ്റം പറയാൻ മാത്രം റോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ റിയാക്ഷൻ വീഡിയോ. ഇവളുമാരൊക്കെ എവിടുന്ന് വരുന്നത്, ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നതാന്ന് പോലും അറിയത്തില്ല. ഈ സുധിച്ചേട്ടൻ്റെ മക്കള് ഒരു നേരത്തെ ആഹാരം കഴിച്ചോ, രേണു സുധി നീ കഴിച്ചോ, നീ എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊന്നും തിരക്കാത്ത ഇവന്മാരാണല്ലോ ഈ കുറ്റമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ അംഗീകരിക്കുന്നത്? ഞാൻ എന്തായാലും ഇന്ത്യൻ ഭരണഘടന എന്നെ തൂക്കിക്കൊല്ലേണ്ട രീതിയിലുള്ള ഒരു തെറ്റും രേണുസുതി ചെയ്തിട്ടില്ല. വേറെ വേർഡാണ് രേണുസുതിയുടെ വായിൽ വരുന്നത്. അതൊന്ന് പറയൂ രേണുസുതി, എന്ത് വേർഡാണ് ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഈ കമന്റ്സ് ഇടുന്നവരും വീഡിയോ എടുക്കുന്നവരും എന്ത് വേർഡാണ് പറയാനുള്ളത്? നിങ്ങൾ ഇട്ട് തരുന്ന ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഓൺലൈൻ വന്നിട്ട് ഈ വക കാര്യങ്ങൾ പറയുന്നത്? എല്ലാവരും പന്നകള് എന്താണ്? ഞങ്ങൾ ആരെങ്കിലും, ഞാനൊന്നും നിങ്ങളെ ഇന്നവരെ തെറി വിളിക്കുകയോ ചീത്തമായി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് മാത്രം ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അല്ലാതെ നിങ്ങളെ തെറി വിളിക്കാനോ നിങ്ങളെ വേണ്ടാതിനും പറയാനോ ഞാൻ നിന്നിട്ടില്ല. നിങ്ങളെ പൊക്കേണ്ടവിടുത്ത് നല്ല രീതിയിൽ പൊക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിക്കും സ്റ്റാൻഡേർഡിന് വളരെ താഴ്ന്നത് തന്നെയാണ് രേണുസുതി. പിന്നെ നിങ്ങൾക്ക് ആരാണ് ചെലവിന് തരേണ്ടത് ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ മക്കൾക്ക് അമ്മയായിട്ട് നിങ്ങളുണ്ട്. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ ജീവിക്കുന്നത്. അമ്മയും അച്ഛനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അമ്മയില്ലാത്ത കുട്ടികൾക്ക് അച്ഛൻ ഉണ്ടാവും, അച്ഛനില്ലാത്ത കുട്ടികൾക്ക് അമ്മയുണ്ടാവും. അവരൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ എന്തിനു നോക്കണം? അച്ഛനും അമ്മയില്ലാത്ത എത്രയോ മക്കൾ ഓർഫനേജിനും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നറിയോ? അവരെയാണ് സമൂഹം നോക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആര് നോക്കണം? ഈ സുധിചേട്ടന്റെ മക്കൾ കഞ്ഞി കുടിച്ചോ, രേണു കഞ്ഞി കുടിച്ചോ എന്നൊക്കെ. രേണു 5 വയസ്സായ കുട്ടിയല്ല, രേണു 10-40 വയസ്സായ ഒരു സ്ത്രീയാണ്. കഞ്ഞി കുടിച്ചോ ഞങ്ങൾക്ക് നോക്കണോ? നാണുണ്ടോ രേണുസുതി ഇതൊക്കെ പറയാൻ വേണ്ടി? ഞങ്ങളാണ് നിങ്ങൾക്ക് ചെലവിന് തരേണ്ടത്. നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ പൈസ കണ്ടെത്തണം മര്യാദയ്ക്ക്. അത് മറ്റുള്ളവർക്ക് ഈ തരത്തിലുള്ള മറ്റുള്ളവർ ചീത്ത പറഞ്ഞുകൊണ്ടല്ല. പിന്നെ നിങ്ങളൊന്നും ആലോചിക്കണം, നിങ്ങൾ ഇത്രയും വലുതായത് ഈ ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ഈ വ്ളോഗേഴ്സും കൂടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ രേണുസുതി എന്നൊരു വ്യക്തി വലുതാവുമോ? ഒരിക്കലും വലുതാവില്ല. നിങ്ങൾ ഇട്ട് തരുന്ന നിങ്ങളുടെ ഈ വായിൽ നിന്ന് വരുന്ന ചീഞ്ഞ വർത്തമാനം നിങ്ങൾ ഈ ഓൺലൈനിൽ എടുത്തിടുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി അതൊക്കെ ഇട്ടിട്ട് നിങ്ങളെ സ്റ്റാൻഡേർഡ് ആക്കി തീർത്തു. എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഹൈപ്പിലാക്കി തീർത്തു. അങ്ങനെയാണ് നിങ്ങൾക്ക് ബിഗ് ബോസിൽ വരെ എൻട്രൻസ് കിട്ടുന്നത് അല്ലേ? നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിങ്ങൾ എൻ്റർ ചെയ്തത് എങ്ങനെയാണ്? ഈ ഓൺലൈൻ മീഡിയാസും അതുപോലെ ഈ വ്ളോഗേഴ്സും കൂടി നിങ്ങളെ എടുത്തിട്ട് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ബിഗ് ബോസ് കിട്ടുന്നത്. ഇല്ലായിരുന്നു നിങ്ങൾക്ക് കിട്ടുമായിരുന്നോ? പിന്നെ ഈ പന്നകളെ നിങ്ങൾക്ക് ചെലവിന് തരുമെന്ന് നിങ്ങൾ എന്തിനു ചോദിക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പന്നകൾ എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ ഇത്രയും ഉയർത്തിയത്, നിങ്ങൾക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ആക്കിയത്, നിങ്ങൾക്ക് ഇത്ര പേയ്മെന്റ്, നിങ്ങളിപ്പോ പറയുന്നുണ്ടോ എനിക്ക് നല്ല പേയ്മെന്റ് വേണമെന്ന്? അലൻ ജോസ് പെരേരയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ പേയ്മെന്റ് ഒക്കെ ആക്കി തീർത്തത് ആരാണ്? ഈ വ്ളോഗേഴ്സ് കാരണം തന്നെയാണ്. എന്നിട്ട് അവര് പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ തരുന്നില്ല. അവർ നിങ്ങളുടെ മോനെ നോക്കാൻ നിങ്ങളുണ്ട്. മൂത്ത മോന് 10-21 വയസ്സ് കഴിഞ്ഞു. നിങ്ങൾ താഴെയുള്ള മോനെ നോക്കാൻ നിങ്ങൾ ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എല്ലാവരും അങ്ങനത്തെ അമ്മമാര് തന്നെയാണ് മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ ഞങ്ങൾ ഇട്ട് തരണോ? നാണമില്ലാത്ത സ്ത്രീ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയുന്നത്? ഇത് കേട്ടുകൊണ്ട് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ദേഷ്യം. ഇനി നോക്കി നോക്കൂ, തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയായത് എന്ന് ചോദിക്കുന്നത് ആ ഫിറോസ് ഖാൻ എടുത്ത്. സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുത്ത ആളാണ്. നിങ്ങൾ ആരെയാണ് കുറ്റം പറയാത്തത്? വീട് വെച്ചവരും അതുപോലെ സ്ഥലം തന്നവരും മുടി ശരിയാക്കി തന്നവരും എല്ലാവരെയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നപ്പോഴും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി വ്ളോഗേഴ്സിനെയും കുറ്റം പറഞ്ഞു. എല്ലാവരെയും നിങ്ങൾ നടന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറ്റം പറയാത്ത ആകെ ഒരേ ഒരു വ്യക്തിയുള്ളൂ, വൃദ്ധപ്പൻ. നിങ്ങളുടെ ചെറിയ ആ കുട്ടീനെ മാത്രമേ നിങ്ങൾ കുറ്റം പറയാത്തുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾ ഓരോ തരത്തിൽ നിന്നും കുറ്റം പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഈ ഫിറോസ് ഖാനെ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു. തനിക്ക് എപ്പോഴാ ഞാൻ നാറിയായത്, ചെറ്റയായത്? എന്റെ അപ്പനെ കയറി നാറി ചെറ്റ എന്നൊക്കെ വിളിക്കുന്നോ? താൻ എന്തിനാണ് വിളിച്ചത്? ഓർമ്മയുണ്ടോ ഫിറോസ് ഖാ? ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ തമ്മിൽ നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു. നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കാറുള്ളതല്ലേ?
ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കില്ല. കണ്ടില്ലേ, ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജസ് ഒന്നും മറക്കില്ലാന്ന്. എന്തൊക്കെ മെസ്സേജസ് ആയിരുന്നു? ഞാനും അയച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. ഞാനും കുറെ മെസ്സേജസ് അയച്ചിട്ടുണ്ട് ഇക്കാക്ക്. ഇക്ക എനിക്കും അയച്ചിട്ടുണ്ട്. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നതൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് ഇതൊന്നും പറയാണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? നിങ്ങളുടെ അവിഹിതം പറയുന്ന സമയത്ത് നമ്മൾ തമ്മിൽ നല്ല ടേംസിലല്ലായിരുന്നേ, നല്ല ബന്ധത്തിലല്ലായിരുന്നേ. ഇപ്പോഴല്ലേ ഞാൻ നാറിയും ചെറ്റയുമായത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അതിന് മുന്നേ പൊന്നും ചക്കരയായിരുന്നു. ഇപ്പോഴല്ലേ ഞാൻ നാറിയും ചെറ്റയുമായത്. ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഇപ്പോഴല്ലേ ഞാൻ നാറിയും ചെറ്റയുമായത് എന്ന്. അപ്പൊ അതിന് മുന്നേ എന്തായിരുന്നു? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിരുന്നു അല്ലേ? ചക്കരയും മുത്തുമായിരുന്നു. നാണമുണ്ടോ ഫിറോസ്ക്ക? ഏഹ് എന്നെ നാറി ചെറ്റെ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിട്ട്, എന്റെ അച്ഛനെ നാറി ചെറ്റെ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിട്ട്. ഇനി മേലാൽ ഇനി മേലാൽ എന്നെ നാറി ചെറ്റെ എന്ന് വിളിച്ച് വന്നേക്കരുത്. ഏഹ് ഇക്ക ഇത് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പലതും ഉണ്ട്. ഞാൻ ഒന്നും മറക്കില്ല ഇക്ക. എനിക്ക് പലതും മറക്കാതെ എന്റെ മനസ്സിലുണ്ട്. എന്റെ സംസ്കാരം ഇതല്ല. ഇക്ക ഇക്ക എന്ന് വിളിച്ച നാവ് എന്നെ കൊണ്ട് വേറെ പലതും വിളിപ്പിക്കരുത്. ഇക്ക മറക്കാതിരുന്നാൽ ഇക്കാക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആള് നിർത്തുന്നത്. അപ്പൊ ഇത്രയും ഒരു ആയുധമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇക്കാന്റെ മെസ്സേജസിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഇക്ക മറക്കാതിരുന്നാൽ ഇക്കാക്ക് കൊള്ളാം എന്ന് പറയുന്നു. ഇതെന്താണ്? ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് അതിൽ ഇല്ലേ? അപ്പൊ ഇതിനെതിരെ മറ്റേ ഇക്ക എങ്ങനെയാണ് വരേണ്ടത്? ഇക്ക എങ്ങനെയാണ് വരേണ്ടത്? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ശരി, ഇക്ക നല്ല പെർഫെക്റ്റ് വ്യക്തിയായിരുന്നു എങ്കിൽ, ഇക്ക എന്ന് പറയുന്നത് ഈ വീട് വെച്ചുകൊടുത്ത വ്യക്തിയാണ് കേട്ടോ. പെർഫെക്റ്റ് വ്യക്തിയായിരുന്നെങ്കിൽ ഇക്ക എങ്ങനെയാണ് വരേണ്ടത്? ശരി രേണുസുധി, എന്തൊക്കെ മെസ്സേജസ് ആണ് ഞാൻ മറക്കാതിരിക്കേണ്ടത്? അത് നീ പുറത്തു വിടൂ അല്ലേ? പുറത്തു വിട്ടോളൂ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാനും നീയും തമ്മിൽ ഒരു അവിഹിതവുമില്ല. എല്ലാവരും അവിഹിതമാണ് അവിഹിതമാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇക്ക വരേണ്ടത് ഇങ്ങനെയായിരുന്നു. ഒരു അവിഹിതവുമില്ല. അങ്ങനെ അവിഹിതത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജസ് ഉണ്ടെങ്കിൽ നീ പുറത്തു വിട്ടേക്കൂ. ഞാൻ എന്താണ് മറക്കാതിരിക്കേണ്ടത്? എനിക്ക് കൊള്ളാമെന്നൊക്കെ പറയുന്നത് എന്നെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഏത് തരത്തിലുള്ള മെസ്സേജ് പറഞ്ഞാലും മെസ്സേജ് അയച്ചാലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഇക്ക വരേണ്ടത്. പക്ഷെ അതിനും ശേഷം ഇക്ക വന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ. പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു. സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇക്ക മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ചില കാരണം ചില ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചിട്ടുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചിട്ടുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുമായിട്ട് സംസാരിച്ചു. രേണുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു, ഞാനത് അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10-20 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്ന് പറയാൻ വയ്യ ഇപ്പോൾ, ആൾക്കാരത് ആകെ അലമ്പായി. അപ്പോ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാമെന്നാണ് ഇക്ക പറയുന്നത്. ഞങ്ങളാണോ എടുക്കേണ്ടത്? നിങ്ങളൊരു അവിഹിതത്തെ കുറിച്ച് നമ്മുടെ രേണുസുധി വെളിവാക്കിയത് പ്രഥമ വീഡിയോ, അതായത് മെയിൻ സ്ട്രീമിലുള്ള ചാനൽസ് വരെ പുറത്തുവിട്ട സംഭവമാണ് ഈ രേണുസുധി പറഞ്ഞ ഈ സംഭവം. ഇവർ തമ്മിലുള്ള അവിഹിതത്തിനെ കുറിച്ചിട്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ എന്തിനാ എടുക്കുന്നേ? നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. ഈ സ്ലാങ് മാറുമ്പോൾ വേണമെങ്കിൽ ഡബിൾ മീനിങ് ആയിട്ട് എടുക്കാമെന്നും ഫിറോസുക പറയുന്നുണ്ട്. സ്ലാങ് മാറുമ്പോഴാണ് അതിന്റെ അർത്ഥം മാറുന്നതെന്ന്. ഞങ്ങൾക്ക് അർത്ഥം മാറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ രേണുസുധി ശരിക്കും ഒരു ഇക്കാനെ ശരിക്കും ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഫിറോസ് ഖാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഇക്ക ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്നെ എന്തിനു നിങ്ങൾ ഭീഷണിപ്പെടുത്തണം, ഇത് ഇക്കാക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. അതിന് മറുപടി പറയുന്നതിന് പകരം ഇക്ക പറയുന്ന മറുപടി ഇങ്ങനെയൊക്കെയാണ് അല്ലെ? സ്ലാങ് മാറുമ്പോൾ അർത്ഥം മാറിപ്പോകുന്നു. നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ചാറ്റ് ശരിക്കും ഇക്ക പറയേണ്ടത് എന്താണ്? നിങ്ങൾ ആ ചാറ്റ് പുറത്തു വിടൂ. എന്ത് ചാറ്റാണ് നമ്മൾ തമ്മിൽ? നമ്മൾ ഈ സംസാരമല്ലേ സംസാരിച്ചിട്ടുള്ളൂ, വീടിനെ കുറിച്ചല്ലേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്? അത് നിങ്ങൾ പുറത്തു വിട്ടോളൂ, മറ്റുള്ളവർ കാണട്ടെ. ഇത് നിങ്ങൾ പറയേണ്ടതാണ്. ചാറ്റാണ് കൂടുതലെന്ന് പറയുന്നുണ്ട്. വിളി ആകെ 2 വട്ടേ ഉള്ളൂ, അച്ഛനെയാണ് വിളിച്ചിരുന്നേ എന്നൊക്കെ പറയുന്നു.
ഇങ്ങനെ വീടിനെ കുറിച്ച് സംബന്ധിച്ച വിശേഷങ്ങളാണ് സംസാരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ രേണുസുതി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മറക്കരുത് ഇക്ക, മറക്കരുത്, മറക്കാൻ. നമുക്ക് അടുത്ത ചെറിയൊരു വോയിസ് നമുക്ക് കേൾക്കാം. ജില്ല അത് വെച്ചോളൂ, നിങ്ങളല്ലേ ഉണ്ടാക്കി തരുന്നത്. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറെ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ന്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് എന്നുള്ളത് പലർക്കും അറിയില്ല. ശ്രുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഒരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും ആ അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാരെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇത് എന്ന് പറയാം, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ. നമ്മളാരും നിങ്ങൾ മുക്കി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ആളാണ്. നിങ്ങൾക്ക് ഈ രേണുസുതിക്ക് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ നിന്ന് പൈസ മുക്കിയിട്ട് വേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ രേണുസുതി പറഞ്ഞ അതിനുള്ള ആൻസേഴ്സ് ഒന്നുമല്ല താങ്കൾ പറയുന്നത്. രേണുസുതി താങ്കളെ കുറിച്ചുള്ള അവിഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. അവിഹിതത്തിനുള്ള ആൻസർ ആണോ, താങ്കളുടെ ബിസിനസിനെ കുറിച്ചാണോ ഇവിടെ ഡിസ്കഷൻ നടത്തേണ്ടത്? പിന്നെ പിതൃത്വം ഏറ്റെടുക്കാൻ, ഈ വീടിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും വരും. അതുകൊണ്ട് സുതിലയം എന്ന പേര് ഇവരുടെ ഈ ബ്രാൻഡ് നെയിം വെച്ചിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഭാഗ്യമുണ്ട്, ഈ സുരേഷ് ഗോപി സാറെ പേരൊക്കെയാണ് പറയുന്നത്. അവരൊക്കെ ഇങ്ങനെ ഒരു വീട് വെച്ചെടുക്കാൻ വരാൻ നന്നായി. കാരണം അല്ലെങ്കിൽ അവരും കൂടി നാറിപ്പോയേനെ ശരിക്കും. വീട് വെച്ചു കൊടുത്തവരും മുഴുവൻ നാറിപ്പോയിട്ടേ ഉള്ളൂ. സ്ഥലം കൊടുത്തവരും നാറിപ്പോയിട്ടേ ഉള്ളൂ. എന്ത് കാര്യം ചെയ്തവരും ഇപ്പൊ ഇത്രയും രേണുസുതി എന്നൊരു ലേബൽ ഇത്രയും ഹൈ ലെവൽ ഹൈടെക് ആക്കി മാറ്റി, ഇത്രയും ഹൈപ്പ് കൊടുത്ത് നിർത്തിയ ആൾക്കാർ വ്ളോഗേഴ്സ് ആണ്. അവരെ പോലും ചെറ്റകൾ, നാറികൾ, പന്നകൾ എന്നൊക്കെ വെച്ചിട്ടാണ് രേണുസുതി നിൽക്കുന്നത്. പിന്നെ എന്തിനാണ്? അപ്പൊ അടുത്ത ഇദ്ദേഹത്തിന്റെ ഒരു ന്യായീകരിക്കുന്ന വേറൊരു ചെറിയൊരു വോയിസ് കൂടി കേട്ടിട്ട് നമുക്ക് നിർത്താട്ടോ. വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ കൊടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയിരുന്നതാണ്. ഒരു 40,000 രൂപ 50,000 രൂപ വരെ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസയൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വാരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല. നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു അവസരം വന്ന് മറ്റുള്ളവരെ ഇറന്ന് ജീവിക്കേണ്ട ആവശ്യം വന്ന എന്നാണ് പറയുന്നത്. ഇദ്ദേഹം നല്ല ഉദാര മനസ്കൻ തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. ഒരുപാട് പേർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം ഇത് നിർത്താതിരിക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അളന്ന് കൊടുക്കണം. നമ്മൾ അളന്ന് അറിഞ്ഞ് ആളറിഞ്ഞ് പാത്രം അറിഞ്ഞ് കൊടുക്കണം.